വെച്ചു. ചീനിച്ചട്ടിയാണ്, സോറി, മീൻചട്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു നുള്ളു കടുക് ഉലുവയും കൂടി ഇട്ടു. കറിവേപ്പില ഇട്ടു. കടുക് ഇടുന്നത് മീൻ ഉലർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കടുക് ഇടുന്നത് മീൻ ഉലർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മളതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, പച്ച കുരുമുളക്, ഇത് പച്ച കുരുമുളക് ചതച്ചതാണ്, അതിട്ടു. ചെറിയുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട്, തക്കാളിയുണ്ട്. അതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാം. അതൊന്ന് നോക്കട്ടെ. ഇഞ്ചി ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. കാണുന്നുണ്ടോ ചട്ടി? അരക്കിലോ അയലയാണ്, 4 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ടീച്ചർ വറുത്തു. ഒരു മീന് നമ്മൾ ഒരയല വറുത്തു കേട്ടോ. ഈ അയല വറുത്ത വെളിച്ചെണ്ണയിൽ ഈ ചീനിച്ചട്ടിയിൽ ചോറിട്ടിളയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചൂട് ചോറ് ഇട്ടിളക്കണം. ഇത്തിരി ഉപ്പ് ഒഴിക്കണം. ഇനിയും ഇതെല്ലാം മൂത്തു കേട്ടോ. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. ഒറ്റ തക്കാളി ഉള്ളൂ കേട്ടോ, വലിയ തക്കാളിയായിരുന്നു. ഇഞ്ചി അത്രയും വേണ്ട. കുടംപുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളത്തിലിട്ട് കുടംപുളി വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിനുണ്ട് കിടക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ടീസ്പൂണാണ്, 1, 2, 2.5 ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്ന് വഴന്ന് വരട്ടെ. 2.5 ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം ഉലുവാപ്പൊടി, കുറച്ച് മതി. ഉലുവ ഒരുപാടായാൽ കഴിക്കും. കുറച്ച് മതി ഉലുവാപ്പൊടി, ഒരുപാടായാൽ കഴിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാകട്ടെ. ഞാൻ ഒന്ന് ഓഫാക്കിയായിരുന്നു, അറിയോ? മൺചട്ടിയല്ലേ, കരിഞ്ഞു പോകും. ഇത് മല്ലി ഒന്നും ഇടുന്നില്ല കേട്ടോ, മല്ലി ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു ഇച്ചിരി മുളക് പൊടി കൂടി ഇടാം. അയലല്ലേ, ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ഇടാം കേട്ടോ. ഒരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്,
ചെറിയുള്ളി ഒരു പിടി എല്ലാം കൂടെ അരിഞ്ഞ് എണ്ണയിലിട്ട് വഴന്നപ്പോൾ ഒരു വലിയ തക്കാളിയും കൂടി ഇട്ട് വഴറ്റി കാണുക കേട്ടോ. ഇത് വഴന്ന് ഇനി ഇത് ഒന്ന് ചൂടാകട്ടെ. ഇത് ചൂടാറിക്കഴിഞ്ഞ് നമ്മൾ അരക്കിലെ മത്തിയുള്ളൂ, ഞാൻ കൂടെ കൂടെ പറയുന്ന അയലയുള്ളൂ, അയലയാട്ടോ, മത്തിയല്ല. ചൂടാറിക്കഴിഞ്ഞ് നമ്മൾ നമുക്കിത് ഒന്ന് കോരി വയ്ക്കാം, അപ്പോൾ എളുപ്പം ചൂടാകും. ഇതൊന്ന് ആറട്ടെ. ആറിയിട്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കണം. കാറ്റത്ത് പിടിക്കട്ടെ, അപ്പം എളുപ്പമായി ആറും. ഞാൻ ആ ചീനിച്ചട്ടിയുടെ വറുത്ത ചീനിച്ചട്ടിയെ തട്ടിയെടുത്തതാണ്. നമുക്ക് ഇതിലോട്ടിട്ട് ഇത് അരച്ചെടുക്കാം. കുരുമുളകായതിൻ്റെ പച്ച കുരുമുളകായതിൻ്റെ ഹൈലൈറ്റ് പച്ച കുരുമുളക്. ഇത് വെള്ളമൊന്നും ഒഴിച്ചരയ്ക്കേണ്ട കേട്ടോ. ഇത്രയും അരയാനുള്ളൂ കേട്ടോ. ഇതാ അരച്ചു, വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് ഈ ബൗൾ കഴുകുന്ന വെള്ളം മാത്രം മതി കേട്ടോ. ഇത് ബൗൾ കഴുകി നമുക്കത് ഒഴിക്കാം. ബൗൾ കഴുകിയ വെള്ളം നമുക്ക് ഒഴിക്കാം. കത്തിക്കട്ടെ. ഈ ബൗൾ കഴുകിയ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതാ ബൗൾ കഴുകി അതുകൂടെ ഒഴിച്ചു. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ഉപ്പ് കലക്കി വെച്ചിരിക്കുന്ന കേട്ടോ, മതി. ഉപ്പ് കലക്കി വെച്ചിരിക്കുന്ന ഉപ്പാണ്. നോക്കട്ടെ, പാകം ഒന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതാ പുളി, കുടംപുളി ഇടാം. ഇത് 4 ചെറിയ
ചുളയോ അരിയോ എന്ത് വേണേലും പറയാം. അതിൻ്റെ ആ വെള്ളവും കൂടെ ഒഴിച്ചേ. ഇതറിയാമോ, പുളി കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ വെള്ളവും കൂടെ ഒഴിച്ചു കേട്ടോ. ഇനി ഇത് തിളയ്ക്കുമ്പോൾ ഈ മീൻ അതിനകത്ത് പെറുക്കിയിടണം. പെറുക്കിയിട്ട് വീണ്ടും അതൊന്ന് തിളച്ചിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചാൽ നല്ല സൂപ്പർ മീൻ കറിയാണ്. ഇതിൽ ഈ കുരുമുളക് പച്ചയ്ക്ക് ചതച്ചിട്ടത് വളരെ രുചികരമാണ്. ഇനി പച്ചക്കുരുമുളക് ഇല്ലാത്തവർക്ക് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഇത് ഞാനിന്ന് വറുത്ത മീനും പച്ചക്കുരുമുളകും കാന്താരി, പിന്നെ പച്ചക്കുരുമുളകും കാന്താരി, ഇഞ്ചി, കറിവേപ്പിലയും വെള്ളുള്ളി ഇത്രയും കൂടെ അരച്ചാണ് മീനിന് പുരട്ടിയത്. ഇത്രയും കൂടെ അരച്ചാണ് വറക്കാൻ പുരട്ടിയത്. എന്താ, പച്ചക്കുരുമുളക്, കാന്താരി, ഇഞ്ചി, വെള്ളുള്ളി, ഉപ്പ് ഇത്രയും മാത്രം വറക്കാൻ. ആ വറുത്ത ചീനിച്ചട്ടിക്കകത്ത് ഉച്ചക്കത്തേക്കുള്ള ചോറിട്ട് വെച്ചിട്ടുണ്ട്. എന്ത് രുചിയാണെന്നറിയോ? അങ്ങനെ ഒരു രുചി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അതിൻ്റെ രുചി എങ്ങനെ ഉണ്ടെന്ന്. ചിലരൊന്നും സ്റ്റൈലിന് കഴിക്കുകയില്ല. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഒരിത്തിരി ഇഞ്ചി കൂടില്ല, ആ എടുത്തതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ ചട്ടി അടുപ്പ് ഓഫാക്കി വെച്ചിരുന്നു കരിയാതിരിക്കാൻ. അതുകൊണ്ടാണ് തിളയ്ക്കാൻ താമസം. തിളച്ച് കഴിഞ്ഞാൽ ഈ മീൻ പെറുക്കി അതിനകത്ത് ഇട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആ മീനോടുകൂടി അത് തിളയ്ക്കും. അതിനുശേഷം നമ്മൾ ആ തിരി ചട്ടിയല്ലേ ചൂട്, ആ തിരി താത്ത് വെച്ച് ഒരു 3 മിനിറ്റ് അവിടെ കിടന്ന് വേകട്ടെ. സൂപ്പർ മീനായിരിക്കും, സൂപ്പർ അയലക്കറി. മീൻ വറക്കാൻ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. മീനെ വറക്കണേലേ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. പച്ചയാമ്പിരിപ്പിട്ട സഖ്യനിൽ തലവച്ചും സ്വച്ഛാത്തി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും സ്വച്ഛാത്തി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും അള്ളി കൊണ്ടിടുന്നതിൻ പാശയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഭോഗന്നേശനുമമ്മേ. നമ്മുടെ മാതൃഭൂമിയുടെ കിടപ്പിനെ കവി വർണ്ണിച്ചിരിക്കുകയാണ്. ആരിവീചികളനുവേലം വെണ്ണുരകളാൽ തോരികൾ പോലെ തവ ചാരു തൃപ്പദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകളിടുവിക്കുന്നു തൃപ്തി കൈവരാനഴിക്കുന്നു പിന്നെയും തുടരുന്നു. നമുക്കിനി ഇത് തിളച്ചു കേട്ടോ, കാണുന്നുണ്ടോ? തിളച്ചു. ഇനി ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് നമുക്ക് പെറുക്കിയിടാം കേട്ടോ. 1/2 കിലോ മീനാണ്, 1/2 കിലോ അയല. അതിൽ ഒരെണ്ണം ടീച്ചർ വറുത്തു. ബാക്കിയാണ് ഫിനിഷ്ഡ്.
ഇളക്കാൻ പാടില്ല, ഞാൻ ഇളക്കുന്നില്ല, ചാറ് മാത്രം ഒന്ന് ഇതിൻ്റെ കൂടെ ഇതിനെ കവർ ചെയ്തിരിക്കാൻ വേണ്ടി ഇളക്കിയില്ല കേട്ടോ. കുഞ്ഞു മക്കളെ ഒരു രക്ഷയില്ല, നല്ലത്. ഒരു ഉപ്പ് ഒഴിക്കട്ടെ. പുളി അത്രയും വേണ്ടിയില്ലല്ലോ കേട്ടോ, ഇപ്പോഴേ പുളി തോന്നുന്നു. അപ്പോൾ പിന്നെ പുളിയിലൊരു കഷ്ണം എടുക്കട്ടെ. രണ്ട് ചുളപ്പുളി മതി കേട്ടോ. ഇതെല്ലാം ഉണ്ട്. തിളയ്ക്കാൻ തുടങ്ങി, വീണ്ടും കഷ്ണം ഇട്ടതിന് ശേഷവും തിളയ്ക്കാൻ തുടങ്ങി. ഇനിയും ഒരു 3 മിനിറ്റ് അവിടെ കിടന്ന് വേകട്ടെ. മൂന്ന് മിനിറ്റ് അവിടെ കിടന്ന് തിളച്ച് വേകട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അത് അടച്ചു വയ്ക്കാം. തുറന്ന് വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിതാത്ത അടച്ചു വയ്ക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കൂട്ടാൻ തോന്നുന്നല്ലേ. തിളക്കട്ടെ. നല്ല രുചികരമായ മീൻകറിയാണിത്. നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. നോക്കിയിട്ട് ടീച്ചർക്ക് കമൻറ്റ് ഇടണം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് പറയണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മീൻ വറുത്ത ചീച്ചട്ടി, ആ ചൂട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഒരു പിടി ചോറ്, അരത്തവി ചോറിട്ട് പുരട്ടി ഇങ്ങോട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു കൂട്ടാനും അതിന് വേണ്ട. വളരെ പോഷകമൂല്യവും ആകും. ആ മീനിൻ്റെ സത്തും ആ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചേർന്നുള്ള ആ ഗുണവും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന രുചി നോക്കണം കേട്ടോ. ഇതോ കിടന്ന് അടിപൊളിയായിട്ട് തിളയ്ക്കുകയാണ്. ഇനി ഞാനിത് തിരി താത്തു വയ്ക്കട്ടെ കേട്ടോ. ഇതോ കടുകൂടെ ഞാൻ എന്തിനാണെന്നറിയാം കടുക് വറുത്തപ്പോൾ ഇട്ടത്, വഴറ്റിയപ്പോൾ ഇട്ടത്. കടുകിട്ടാലേ മീൻ പൊടിയുകയില്ല. അല്ല, എൻ്റെ സ്വഭാവത്തിൽ മീനൊക്കെ ഞാൻ ഇളക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇളക്കുകയൊന്നുമല്ല, തൊടാതെ മീൻ ഇരിക്കുക. സൂപ്പർ ടേസ്റ്റ്. പുളി ഒരല്പം മുമ്പിൽ നിന്നേനെ ടീച്ചറത് കോരിയെടുത്തു. ഉപ്പും പുളിയെല്ലാം ഒരുപോലെ. പുളി കൂടിയേനെ. ഇത്രയും പുളി അതിൽ നിന്ന് ടീച്ചർ മാറ്റി. ഇത് അളവയ്ക്കാണ് എടുക്കാമല്ലോ. ഇത് ഒരുപാട് തിളയ്ക്കുന്നതിന് മുമ്പ് ഇന്ന് കുറച്ച് പുളി മാറ്റിയാലേ അവിടെ എടുത്ത് വെച്ചാൽ നാളത്തെ മീനിൻ്റെ കൂടെ നമുക്കിടാം. കുടംപുളിക്കൊക്കെ എന്താ വില. എല്ലാവരും കണ്ടല്ലോ. ഇനി ഒരു 2 മിനിറ്റ് മതി ഇത് പാകമാകാൻ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ നല്ല മീൻകറിയാണെന്ന്, ഒരു വെറൈറ്റി ആണെന്ന്. ഇത് കോട്ടയത്ത് നാട്ടിൻപുറത്തുകാരായിട്ടുള്ള ആളുകൾ വയ്ക്കുന്ന ഒരു നല്ല നാടൻ മീൻകറിയാണ്. പണ്ട് എൻ്റെ വീട്ടിൽ പിന്നെ ജോലിക്ക് വരുമായിരുന്നു ഒരു യാത്രവൻ. ഞങ്ങളെ വലിയ കാര്യമായിരുന്നു. സ്ഥലങ്ങളുമൊക്കെ പോയി കഴിഞ്ഞിട്ടും ഞങ്ങളോട് സ്നേഹവും, പണിക്ക് വന്നില്ലേലും ഇടയ്ക്കിടയ്ക്ക് വരും, സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. രാഘവൻ്റെ കുടുംബത്തിൽ ഒരുപാട് കാലം നമ്മൾ കൃഷി ചെയ്തവരാ, ജോലി ചെയ്തവരാ അവർ. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലാതായ കാലത്തും അവരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുമ്പം
നന്നായിട്ട് ഇങ്ങനെ മീൻ വെച്ച് രാഘവനൊക്കെ പോയി ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ. അന്ന് രാഘവൻ്റെ അമ്മയ്ക്ക് ഒരു 50 വയസ്സൊക്കെ കാണും. രാഘവന് ഒരു 30 വയസ്സുള്ളായിരുന്നു. രാഘവൻ്റെ അമ്മ ഇങ്ങനെ ചോദിച്ച് കൂട്ടുവോ എന്ന് ആദ്യമൊക്കെ ചോദിച്ചിരുന്നു. ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്നാ കൂട്ടുവോ? എന്നാലും അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലായ്മ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻ കറി വെച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ കൊച്ചാ. അപ്പം ഞാൻ കൊച്ചെന്ന് പറഞ്ഞാൽ തീരെ കൊച്ചല്ല, 10-16 വയസ്സുണ്ട്. അപ്പം ഞാൻ ചോദിക്കും ഇതെങ്ങനെയാണ് വെച്ചതെന്ന്. എനിക്ക് അന്നേ കുക്കിംഗ് ഇഷ്ടമാണ്. ഇതെങ്ങനെയാണ് വെച്ചതെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു എന്നാണ് ഈ കറിവേപ്പ് നല്ലതാ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് നല്ല മീനാണ്. ഇത്രയേ ഉള്ളൂ ഇത്. ഇനി ഞാൻ തിരിയൊന്ന് കാത്ത അടച്ചവിടെ വയ്ക്കും. കറിവേപ്പിലൊക്കെ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വഴറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരിച്ചിരി കൂടി ഇടാം, കുറച്ച്, വളരെ കുറച്ച്. എടുത്തോണ്ട് വന്നോ തീർന്നു. ആദ്യം തന്നെ ഇട്ടില്ലേ, ഉണ്ടാക്കണം തിളച്ച് മറിയുന്നു. നിങ്ങൾക്ക് ആ നിറം കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ അടിപൊളിയാണെന്ന്? ഇത് മാത്രം മതി, ഇതിൻ്റെ ചാറും എല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇന്നിവിടെ കാണിക്കാം നിങ്ങൾ. ക്യാബേജും ഈ മീൻകറി, ക്യാബേജും ക്യാരറ്റും ബീൻസും കൂടുള്ള തോരനും, തക്കാളി ഒഴിച്ചു കറിയുമാണ്. തക്കാളി ഒഴിച്ചു കറിയുമാണ് ഇവിടുത്തെ കറി. തക്കാളി ഒഴിച്ച്. ഇഷ്ടമായ ഈ വിഭവങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ടീച്ചറോടൊപ്പം ഊണ് കഴിക്കാൻ വരണേ. നിങ്ങൾ ഈ മീനൊന്ന് എല്ലാവരും വെച്ച് നോക്കണേ. വെരി ടേസ്റ്റി, നല്ലതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. നമസ്തേ. താങ്ക് യു സോ മച്ച്.